3 മാസം നീണ്ടുനിന്ന പ്രചാരണ പരിപാടികൾക്ക് ശേഷം രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ന് സമാപനമാകും. 7 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കും. 57 മണ്ഡലങ്ങളിലാണ് ജനം ഇന്ന് വിധിയെഴുതുന്നത്. ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശും പഞ്ചാബുമടക്കം 7 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിലുമാണ് ഇന്ന് വോട്ടെടുപ്പ്. ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 904 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പിൽ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ജനവിധി തേടുന്നത്. ബോളിവുഡ് നടി കങ്കണ റണാവത്ത്, കോൺഗ്രസ് നേതാവ് അജയ് റായ്, BJP നേതാവ് രവിശങ്കർ പ്രസാദ് ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് മത്സരരംഗത്തുള്ളത്. ഹിമാചൽ പ്രദേശിൽ നിർണായകമായ 6 നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം ഇന്ന് നടക്കുന്നുണ്ട്. കോൺഗ്രസ് വിമത MLA-മാരെ സ്പീക്കർ അയോഗ്യരാക്കിയതോടെയാണ് ഹിമാചൽ പ്രദേശിലെ 6 ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. 6 ഘട്ടങ്ങളിലായി 468 മണ്ഡലങ്ങളാണ് ഇതുവരെ വിധിയെഴുതിയത്. 7 ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് ആകെ വോട്ടെടുപ്പ് നിശ്ചയിച്ചിരുന്നത്. 6 ഘട്ട തെരഞ്ഞെടുപ്പും കാര്യമായ പ്രശ്നങ്ങളില്ലാതെയാണ് രാജ്യത്ത് നടന്നത്. എന്നാൽ പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവാണ് എല്ലായിടത്തും കണ്ടത്. ഇന്ന് അവസാനഘട്ടവും കൂടി പൂർത്തിയാകുന്നതോടെ ജനത്തിന്റെ വിധിയെഴുത്ത് പൂർണ്ണമാകും. ജൂൺ 4 ചൊവ്വാഴ്ചയാണ് രാജ്യത്ത് വോട്ടെണ്ണൽ. അതിനായി ഇനി 2 ദിവസത്തെ കാത്തിരിപ്പാണുള്ളത്. ന്യൂസ് ഡെസ്ക്, സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.